ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രസ്നാസ് വേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റിയും വളരെയധികം ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഒരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ മുളക് അങ്ങ് കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുത്താൽ മതി. എന്നിട്ട് അത് പാനിൽ നിന്നും മാറ്റാം. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി ആഡ് ചെയ്യണം. അതും ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. അതും ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ 1 ടീസ്പൂൺ നല്ല ജീരകവും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ആഡ് ചെയ്യണം. നല്ല ജീരകം എന്ന് പറയുന്നത് കുമിൻ സീഡാണ്. എന്നിട്ട് അതും ഒന്ന് വറുത്തെടുക്കുക. പിന്നെ ഏലക്ക ഒരു 3 എണ്ണം, ഗ്രാമ്പു ഒരു 3 എണ്ണവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം. പിന്നെ ഒരു കറുകപ്പട്ടയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചൂടായി കഴിയുമ്പോൾ ഇത് സ്റ്റൗവിൽ നിന്നും മാറ്റാം. ഇത് സ്റ്റൗവിൽ നിന്നും മാറ്റിയതിന് ശേഷം ചൂടാറാൻ വേണ്ടി സൈഡിൽ വെക്കാം. അതേ സമയത്ത് തന്നെ 2 സവാള ചെറുതായി കട്ട് ചെയ്തത് പാനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വാട്ടിയെടുക്കാം. ആദ്യം വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടില്ല. ഒന്ന് വാടി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ആഡ് ചെയ്താൽ മതി. ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ആദ്യം വറുത്ത് വെച്ച മസാലകൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അത് പൊടിച്ചെടുക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഒരു തക്കാളിയും കൂടി ഈ സവാളയിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. തക്കാളിയും സവാളയും ഇതേപോലെ ആകുന്ന സമയത്ത് നമുക്ക് സ്റ്റൗവിൽ നിന്നും പാൻ മാറ്റാം. ഇതിനെ അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് പേസ്റ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. അത് ചൂടാറിയതിന് ശേഷം അതും ഒന്ന് നമുക്ക് പേസ്റ്റാക്കിയെടുക്കാം. സവാളയും തക്കാളിയും ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ആ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ചിക്കൻ്റെ ലെഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലെഗ് പീസാണ്. 1 കിലോൻ്റെ ലെഗ് പീസ് ഉണ്ട്. നിങ്ങൾക്ക് ലെഗ് പീസ് തന്നെ വേണമെന്നില്ല. ചിക്കൻ നമ്മൾ വാങ്ങുമല്ലോ സാധാരണ എല്ലാ പാർട്സും ഉള്ളത്, അത് 1 കിലോ എടുത്താൽ മതി. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരുന്ന ആ മല്ലി മുളകിൻ്റെ ആ മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് കുരുമുളകിൻ്റെ പൊടിയാണ്, ക്രഷ് ചെയ്യുന്ന ടൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന സവാള തക്കാളി വഴറ്റിയിരുന്നത് അത് പേസ്റ്റ് പോലെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഈ ചെയ്യുന്ന സമയത്ത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗരം മസാല 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് തുറന്നതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ വെള്ളം വറ്റിപ്പോവേ എന്തെങ്കിലും ചെയ്യും. അപ്പം നമ്മൾ എരിവും ഒന്ന് നോക്കണം, അതിൻ്റെ ഉപ്പും എല്ലാ ടേസ്റ്റ് ഇതൊന്ന് നോക്കുകയും ചെയ്യണം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടി ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തിയും അപ്പം, ചോറ്, നെയ്ച്ചോറ് അങ്ങനെയുള്ളതിനൊക്കെ കൂട്ടാൻ പറ്റും നല്ലൊരു ഗ്രേവിയോട് കൂടിയുള്ള ചിക്കനാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ വെക്കണതിനേക്കാളും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള ഈ ചിക്കൻ റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.